ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനമനുസരിച്ച് 7,40,50,000 പേരാണ് ജോലി സംബന്ധമായ സമ്മർദ്ദവും പിരിമുറുക്കവും മൂലം ഹൃദ്രോഗബാധിതരായി മരണമടഞ്ഞത്. ഒരു വർഷത്തെ മാത്രം കണക്കാണിത്. ജോലിഭാരം കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ആത്മഹത്യകൾ കൂടുന്നുവെന്നും ജൂൺ മാസത്തിൽ ഒരാഴ്ചക്കിടയിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തതെന്നും നാം വാർത്തകളിൽ കണ്ടു. ജപ്പാനിൽ അമിത ജോലിയാലുള്ള മരണത്തിന് അവർ പുതിയൊരു വാക്കുപോലും കണ്ടുപിടിച്ചു: കരോഷി. പണികൾ ഒഴിഞ്ഞ് ഒന്നിരിക്കാൻ പോലും സമയം കിട്ടുന്നില്ലെന്ന് പരാതിപ്പെടുന്നവരാണ് നമ്മിൽ പലരും. ജോലി സംബന്ധമായ പിരിമുറുക്കങ്ങൾ മാത്രമല്ല, പലവിധ ഭാരങ്ങളും ആകുലതകളും നമ്മെ വലയ്ക്കുന്നുണ്ട്. അവയൊക്കെ നമ്മെ കരോഷിയിലേക്ക് തള്ളിവിടാതിരിക്കാൻ യേശുവിത ഒരു പ്രതിവിധിയുമായി വന്നിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമുക്ക് യേശുവിൽ വിശ്രമം കണ്ടെത്താനാവും. അമിത ജോലിയുടെ പിരിമുറുക്കങ്ങളും സമ്മർദ്ദവും കുറയ്ക്കാനായി മാനസികാരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു ചെറിയ വലിയ മാർഗമുണ്ട്: മൈക്രോ ചില്ലേഴ്സ്. അതായത് ചെറിയ ചെറിയ ചില്ലിംഗ് നിമിഷങ്ങൾ, സ്വസ്ഥമായ ചെറിയ ഇടവേളകൾ. ഒരു പാട്ട് കേൾക്കുക, കുറച്ച് നടക്കുക, ധ്യാനിക്കുക, ഒരു ചായ കുടിക്കുക, തോട്ടത്തിൽ സമയം ചിലവിടുക, അങ്ങനെ പിരിമുറുക്കം അയക്കുക. ഇതുപോലെ നമുക്ക് കർത്താവിൽ ചില്ല് ചെയ്യാൻ പറ്റിയാലോ? എത്രയെത്ര ആശ്വാസ ഗീതങ്ങൾ നമുക്കുണ്ട്. ഒരു പാട്ട് ധ്യാനപൂർവ്വം കേൾക്കുക, ഒരു സുവിശേഷ ഭാഗം 2-3 മിനിറ്റ് വായിക്കുക, കണ്ണുകൾ അടച്ച് യേശുനാമം ഉരുവിടുക. നമ്മുടെ ഹൃദയ വ്യഥകളും ഭാരങ്ങളും ആകുലതകളുമായി യേശുവിലേക്ക് നമുക്ക് ചെല്ലാം. അവിടുത്തോടൊപ്പം നമുക്ക് ചില്ല് ചെയ്യാം. കാരണം ജീസസ് ഈസ് അവർ ഡിവൈൻ ചില്ലർ.